നമസ്കാരം. ആക്ടർ ജയൻ്റെ മകൻ മുരളി ജയൻ എന്നുള്ളൊരു എപ്പിസോഡ് ചെയ്യണ്ടെന്ന് വെച്ചതാ. വീണ്ടും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തായി DNA ടെസ്റ്റിൻ്റെ കാര്യം. പക്ഷെ പിന്നെ ഒരു ഗുഡ് ന്യൂസും കൂടി ഉണ്ട്. വീഡിയോ മുഴുവൻ കേൾക്കുക. ഗുഡ് ന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് സംഭവം പറഞ്ഞാൽ ഓൾറെഡി ഇതിന് സ്റ്റേ കൊടുത്തിരിക്കുക എന്നൊക്കെ പറയുന്നത്. ആ സ്റ്റേ റിമൂവ് ചെയ്തില്ലെങ്കിൽ റിമൂവ് ചെയ്യിപ്പിക്കുന്ന വലിയൊരു ബോംബാണുള്ളത്. അതുകൊണ്ട് ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ പറയണം, കേൾക്കണം. ഈ ജയൻ ചേട്ടന് ഒരു ശീലമുണ്ടായിരുന്നു. ഡെയിലിയിലെല്ലാം എഴുതി വെക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും എവിടം വരെ മരണത്തിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം വരെ ഉള്ള സ്റ്റോറി മൊത്തത്തിലുണ്ട്. ആ സ്റ്റോറിയിലെ ഇതേ മുരളിച്ചേട്ടൻ്റെ സ്റ്റോറിയും മുരളിച്ചേട്ടൻ്റെ അമ്മൻ്റെ സ്റ്റോറിയും അവർക്കുള്ള കുട്ടിയായതിൻ്റെ സ്റ്റോറിയും എല്ലാ സ്റ്റോറിയും എഴുതി വെച്ച കാര്യങ്ങളുണ്ട്. ഇത് ആരടുത്താണ് ഉള്ളതിൽ എനിക്ക് എല്ലാവരും ചോദിക്കും. ഇത് ഉള്ള ആളെ പറ്റിയും പറയാം. ഇതിലെ ആദിത്യന് പിടിച്ചിരിക്കാൻ പറ്റില്ല, ആദിത്യൻ്റെ കുടുംബത്തിനും പിടിച്ചേക്കാൻ പറ്റില്ല. സംഭവത്തേക്ക് അതിനായിട്ടുള്ള തെളിവാണുള്ളത്. ആദിത്യൻ്റെ മുൻ ഭാര്യ, അതായത് നമ്മൾക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഒരുപാട് ആരാധിച്ച നല്ല മനസ്സിൻ്റെ ഒരു ഉടമയായ നമ്മുടെ അമ്പിളി ദേവിൻ്റെ കയ്യിലാണ് ഈ തെളിവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ എവിടെ വേണം ഹാജർ ചെയ്യാൻ, എവിടെ വേണം തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കോൺടാക്ട് ചെയ്ത് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണ്, വേണമെങ്കിൽ ഞാൻ തരാമെന്നൊക്കെ. അതുകൊണ്ട് വളരെ സന്തോഷമാണ്. വളരെ ഈ ന്യൂസ് കേൾക്കുമ്പോഴത്തേക്ക് വളരെ സന്തോഷമായി. നമ്മളെ പ്രവർത്തനത്തിന് ഒരു വഴി ദൈവം അടച്ചാൽ 7 വഴി തുറക്കും എന്നുള്ളൊരു തെളിവാണ്. അതിൽ DNA ടെസ്റ്റിൻ്റെ പോലും ആവശ്യം വരില്ല. ഈ ഒരു ഫയൽ കിട്ടിയാൽ ഇത് പ്രേക്ഷകരുടെ മുമ്പും കാര്യങ്ങൾക്കും എല്ലാത്തിനും ഇത് മതി. ഈ ഒറ്റൊരു ഫയലും മതി. അത് എപ്പോൾ കിട്ടുന്ന വരുമ്പോഴത്തേക്ക് ഈ വീക്ക് ലാസ്റ്റിനുള്ളിൽ ചെന്നൈയിൽ കൊണ്ടു തരുമെന്ന്. ഇത് ആദ്യത്തിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഡയറിയായിരുന്നു. ആ ഡയറിയാണ് ഇപ്പോൾ ഉള്ളത്. അമ്പിളി ദേവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകർക്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ട. മുരളി ചേട്ടൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ എനിക്ക് വാട്സപ്പിലും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരമായിട്ടാണ് ഇത് ഞാൻ കാണുന്നത്. എന്നാൽ നമ്മളെ പ്രാർത്ഥനക്കും നമ്മളെ പറയുമ്പോഴത്തേക്ക് പ്രവർത്തനത്തിനും കഷ്ടപ്പാടിനൊക്കെ ഒരു പരിഹാരം കിട്ടാൻ പോകുന്നു. അതുകൊണ്ടുള്ള ന്യൂസാണ് ഞാൻ തരാൻ പോകുന്നത്. സംഭവം പറയുമ്പോഴത്തേക്ക് ഞാൻ റീപ്ലൈ തരാത്തത് വേറെ എന്തുകൊണ്ടൊന്നല്ല, എനിക്കൊന്ന് തീർപ്പാവാതെ വെറുതെ ഒന്നും പറഞ്ഞ കാര്യമില്ലല്ലോ. ഉറപ്പുള്ള കാര്യങ്ങളെ പറയാവൂ, ഉറപ്പുള്ള കാര്യങ്ങളെ ചെയ്യാവൂ. അതുകൊണ്ട് ഇതുണ്ടെങ്കിൽ സ്റ്റേൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമൊന്നുമില്ല. ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ DNA ടെസ്റ്റ് എടുക്കാം, എടുക്കുന്നില്ലെങ്കിൽ എടുക്കാതിരിക്കാം, അങ്ങനെയൊക്കെ ആക്കാം. നമുക്ക് വേണ്ടത് തെളിവാണ് വേണ്ടത്. തെളിവ് സഹിതം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.